ഞങ്ങൾ റെഡിയായി ഭയങ്കര സന്തോഷത്തിലാണ്. കിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. അതെ, നമ്മൾ ഒരു 2 days സ്റ്റേ നമ്മൾ പോവാണ്. നമ്മൾ കാരവൻ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി. ഇപ്പം ആക്ച്വലി ടൈം 9 o'clock ആയിട്ടുണ്ട്. നമ്മളൊരു 9:30 നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട്. നമ്മൾ ആദ്യമേ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്ട്, പിന്നെ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട്. നമ്മൾ എന്താകും എന്നറിയില്ല, കാരണം നമ്മുടെ ടൈമിംഗ് ഒക്കെ ആപ്റ്റ് ആവണം. ഞാൻ പറഞ്ഞുതരാം. സൂരജ്, മേഘ, ജോസി, മനോങ്കിള്, പിന്നെ വിനി, ജോസ്ന ആൻറ്റി, സഞ്ജു മാമനെ മറന്നോ? സഞ്ജു മാമനും. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോവാണ്. നമ്മള് പോണ വഴിക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പറയുന്നു. ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അപ്പൊ നമ്മള് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ബൈ, സീ യു. എന്ത് തോന്നുന്നു? തോന്നുന്നത് നല്ല ചൂടുണ്ട്. എന്തെങ്കിലും അപ്പൊ എല്ലാരും കാറും കൊണ്ട് ടൂറുവാൻ പോവാണ്. അപ്പൊ നമ്മളും കൂടെ ഇങ്ങനെ ടൂറ് പോവാണ്. നമ്മുടെ കൂടെ സുന്ദരി മേഘയും അങ്ങനെ നമ്മൾ എല്ലാവരോടും ഒത്തുകൂടിയിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു 2 hours ഉള്ള ഒരു ലോങ് ജേർണി ആയിരുന്നു കേട്ടോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ടയേർഡുമായി കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ. ബിക്കോസ് നല്ല സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ കുറേ ദൂരമൊക്കെ പോയി. ഇങ്ങനെ നല്ല സീനറിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പുറത്ത് നല്ല പച്ചപ്പായിരുന്നു 2 സൈഡിലേക്കും ഒക്കെ. അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ ചെന്നിട്ടാണ് നമ്മൾ നേരെ പിന്നെ ഫുഡ് കഴിച്ച് അക്കോമഡേഷനിലേക്ക് പോകുന്നത്. പീക്ക് ഡിസ്ട്രിക്റ്റ് പോകുന്ന വഴിയൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്. അവിടുത്തെ ബിൽഡിങ്ങും എല്ലാം ഇതെല്ലാം പോണ വഴിയാണ് കേട്ടോ. നല്ല സീനറിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ പോയതാണ് കേട്ടോ. നല്ല പിക്ചേഴ്സ്, കുറച്ച് അത്യാവശ്യം പിക്ചേഴ്സൊക്കെ നമുക്ക് എടുക്കാനും പറ്റി. ഇതാണ് നമ്മൾ പോകുന്ന വഴി. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മള് മാത്രമേ ഇവിടെ എത്തുള്ളൂ. നമ്മുടെ ജോസിയുടെ വണ്ടി എത്താനുണ്ട്, മനുവങ്ങളുടെ വണ്ടി എത്താനുണ്ട്. നമ്മുടെ മേഘയും സൂരജും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മല കയറാൻ വേണ്ടി. ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത് ജോസിയാണ്. മല കയറാനുള്ള ജോസിയുടെ വണ്ടി മാത്രം വരികയാണ്. കണ്ടാൽ അന്തനാന്ന് തോന്നുമെങ്കിലും ശങ്കർദാസ് ഫ്രം ബോംബെ. എല്ലാരും സഞ്ചു മോളി വിളിച്ചതാ.
ഇവിടെ കുറച്ച് കയറാൻ പാടില്ല, അവിടെ അത്ര പാടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതില് കാണുമ്പോ, ഫോണിലെ ഈ പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ട്. എല്ലാരും സഞ്ജുവിന് വഴി കൊടുക്കുക. കൊറേ പേര് മണ്ടയിലേക്ക് കയറിയിട്ടത്. അനീഷേട്ടനാണ് ആ പൊട്ട് പോലെ അങ്ങ് മണ്ടേ കയറി ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മിഷൻ അവസാനിപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ പരാജയം സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങാൻ പോലും നല്ല പാടാണ് കേട്ടോ ഇതിലേക്ക് കൂടെ. നമുക്ക് പിടിച്ചിറങ്ങാൻ കയറാൻ നമുക്ക് വീണ്ടും ഈസിയാ. പക്ഷെ എനിക്കൊന്ന് കാണണം അവരെങ്ങനെ തിരിച്ചിറങ്ങുന്നതെന്നൊന്ന് കാണണം കേട്ടോ. ഇത് കയറി പോകുന്നേക്ക്. പക്ഷെ ഇറങ്ങി വരാൻ നല്ല പാടായിരിക്കും. പക്ഷെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇനി ചെളിയാകും പെറ്റലും ആകാനുള്ള സാധ്യത കൂടുതലാ. എല്ലാരും മല കയറാൻ വേണ്ടി കേറിയതാണ്. എല്ലാരും പല വഴിക്കായിരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല മണ്ടേ കയറാൻ. അങ്ങ് അവിടെ ജോസിയാണ് ഫസ്റ്റ് ഫ്ലാഗ് നാട്ടിയിരിക്കുന്നത്. കിച്ചു അനീഷാണ് ഇതേ സൂരജിന്റെ ബാക്കിൽ. നമ്മളെല്ലാവരും പരാജയപ്പെട്ട് ഇറങ്ങിയിടത്ത് ഇതേ ഈ 3 പേര് അവിടെ മണ്ടവരം വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ജോസിയും അനീഷേട്ടനും സഞ്ജുവും മനു ബ്രോയും കൂടെ ആ മേളി വരെ കയറി. മനു ബ്രോ പകുതി വെച്ച് 3/4 ഭാഗം എത്തി. ബാക്കി അത് കഴിഞ്ഞിട്ട് ആളത് പയ്യെ ടയേർഡായി. പിന്നെ ബാക്കി 3 പേരും അവിടെ മണ്ടേ നിൽക്കുകയാണ്. അവർ പയ്യെ ഇറങ്ങി വരാൻ ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ താഴെ വന്ന് വെയിറ്റ് ചെയ്യാൻ മടുത്തു. ഭർത്താവിനെ നോക്കി കാത്തിരിക്കുന്ന ഭാര്യ. എല്ലാരും മടുത്തു. മണ്ടേ കയറാൻ പറ്റില്ല. റിനി പക്ഷെ മാക്സിമം ശ്രമിച്ചു. ചെരുപ്പ് വയ്യാത്തോണ്ട്, ഷൂ കാരണം റിനി. പക്ഷെ നമ്മളൊക്കെ അതിന് മുന്നേ പരാജയപ്പെട്ട് ഇറങ്ങിപ്പോന്നു. സൂരജ് എന്താണ് മല കയറാത്തത്? പറയൂ, പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഞാൻ ഞങ്ങളുടെ ബോഡി ഗാർഡാണ്. ഞങ്ങൾക്ക് വഴി അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. ആണ് ഇത്ര ആഗ്രഹവും ഉണ്ടായിട്ടും മല കയറാൻ പറ്റാത്ത സൂരജ്. കേറണോ? ഒന്ന് വേണോ? കേറിക്കോ? വേണോ? ഇല്ല. ഒരാൾ മല കയറിയിട്ട് ഇറങ്ങി വന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയോ, എന്തുണ്ട് എക്സ്പീരിയൻസ്? പറയോ. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ്. അനീഷേട്ടൻ അങ്ങ് മണ്ട കയറി. അനീഷേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അനീഷേട്ടാ അങ്ങ് മണ്ടേ കയറിയപ്പോ രസം ഉണ്ടായിരുന്നോ? അവനെക്കാളും കൂടുതൽ എനിക്ക് രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയ്യോ പാവം, എല്ലാരും മടുത്തു. നമ്മള് ഇതിന് ശേഷം പോകുന്നത് നമ്മുടെ സ്പീഡ് വെൽ കവേണിലാണ് പോകുന്നത്. അതായത് അണ്ടർ വാട്ടർ ബോട്ട് ജേർണിയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. നമുക്ക് അറിയില്ല, നല്ല തിരക്കുണ്ട്. സമ്മർ ആയത് കാരണം ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കേട്ടോ, നമ്മൾ ഇനി കയറാൻ പോകുന്നത് സ്പീഡ് വെൽ കവേണിലാണ്. ഇത് അണ്ടർഗ്രൗണ്ട് ബോട്ട് ജേർണിയാണ്. ഇത് നമ്മൾ എൻട്രൻസ് വഴി കയറിയിട്ട് ഒരു 106 സ്റ്റെപ്സ് നമുക്ക് താഴേക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ. കാരണം താഴെ വാട്ടർ ഉണ്ട്. അതിൻ്റെ വേളിൽ കൂടിയാണ് നമ്മൾ ബോട്ട് ജേർണി നടത്താൻ പോകുന്നത്. അവിടെ അതിന് റിട്ടേണും നമുക്ക് 106 സ്റ്റെപ്സ് തിരിച്ച് കയറി വരണം. അപ്പോൾ നേരത്തെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പിച്ചൂട്ടിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞു. അവിടെ നല്ല ഉരുളനല്ലായിരുന്നു. നല്ല വീട്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ കിച്ചു? എന്നാ പറ്റി കിച്ചു? വീണിട്ട് എന്നാ പറ്റിയെന്ന് പറഞ്ഞേ. എവിടെ വേന എടുത്തു? നല്ല വേന, കരഞ്ഞു, വേനയൊക്കെ എടുത്തു.
നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം കെവണിലേക്ക് കയറാൻ. നമുക്ക് ഇതാണ് പ്രൈസ് കേട്ടോ. ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പം ഇത് 22 ആയിരുന്നു ഇപ്പോൾ 1 അഡൽട്ട്. കിഡ്സിന് ബിലോ 5 years ആണെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. നമ്മുടെ അഡൽട്ടിൻ്റെ ലാപ്പിലിരുന്നാൽ മതി കുഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന സമയത്ത് ചെറിയൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു നമ്മൾ. ഇത് ശരിയാ. ബോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫ്രണ്ട്ലി നമ്മുടെ ഗൈഡാണ്. അവൻ നമുക്ക് ഇതിൻ്റെ സ്റ്റോറീസ് എല്ലാം നമുക്ക് പറഞ്ഞു തരുവാണ്. ഇതെന്ന് പറഞ്ഞാൽ ലെഡ് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈനിങ് ആയിരുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തത് 1770 അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് 14,000 pounds ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു മൈനിങ് ആയിരുന്നു ഇത്. അപ്പോൾ അവർ 20 years ഇവരിത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു. ബിക്കോസ് ഓഫ് നമുക്ക് ലെഡിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നത് കൊണ്ട് അതൊരു ഫെയിലിയർ ആയിരുന്നു. ആ ഒരു കേവ് ഇപ്പോൾ അത് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻഡ്. അതുവരെ നമ്മൾ ഇതൊരു 1 hours ഓൾമോസ്റ്റ് ട്രാവൽ ഉണ്ട് അതിലേക്കൂടെ ബോട്ടിൽ. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് നിന്ന് ഇതാണ് ഇതിൻ്റെ എൻഡ്. ഇതോടുകൂടി അവർ ഫൈനൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ച് മൈൻ ചെയ്ത് അവർ അകത്തേക്ക് കുറേ കൂടെ മൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് ഇവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വന്ന് നിന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇവർ മൈൻ ചെയ്യുന്ന ടൈമിൽ. കാരണം ഇത് മൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ഫ്ലഡ് ആകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അങ്ങനെ ഫ്ലഡ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതുപോലെ തന്നെ കുറേ പേര് ഇവിടെ ഐസൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറേ പിക്ചേഴ്സ് അവർ ഇങ്ങനെ ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ കാണാം നമുക്ക് കണ്ടു വെള്ളം ചാടുന്നു. അതുപോലെ ഈ ഒരു പാറകൾ ഡ്രില്ല് എടുക്കാൻ തന്നെ അവർ കുറേ ദിവസങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. ചെറിയൊരു പോർഷൻ തന്നെ എടുക്കാൻ. അങ്ങനെ നമ്മൾ അത് കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ബോട്ടിൽ കയറി. പറയാനാണെങ്കിൽ സഞ്ജു പറഞ്ഞോ, ജോസ്ന പറഞ്ഞോ. അയ്യോ നല്ല വ്യൂ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചുകുട്ടാ? ഇവിടെ നിക്ക. പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചു? ടയേർഡായി. നമ്മളില്ല ഗൂഗയില് ഉള്ളി കേറിയിട്ട് നമ്മള് പൂട്ടി കേറിയിട്ട് നമ്മള് ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ. വാവ്.
വളരെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്യാരവാനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അത് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഉറക്കമായിരുന്നു വണ്ടിയിലിരുന്ന്. ക്യാരവാൻ കാണാം കേട്ടോ. കാരവാനിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയർഡായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അവരെല്ലാവരും കൂടെ ഫുഡ് മേടിക്കാൻ പോയി, നമ്മുടെ ബോയ്സ് എല്ലാവരും കൂടെ. അപ്പം നമ്മളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം മഴ പെയ്തു. ഇപ്പം പക്ഷേ സമയം 9 o'clock ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അത് പറയാൻ പറ്റത്തില്ല. മൂന്നാമത്തെ വയസ്സിന്റെ ആദ്യത്തെ അച്ഛനം ക, നാലാമത്തെ വയസ്സിനെ ക, അഞ്ചാമത്തെ കഥയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു? ആ ഫോൺ കൈ വെച്ചോ, ആവശ്യം വരും. അല്ല, ഞാൻ നേരത്തെ കാര്യം പറയാം. സുരേഷ് ഗോപിയുടെ പടാണ്, മലയാളമാണ്. കിടന്ന് ഉരുകുന്നു. അതിന് വേറെ വാക്കൊന്നുമില്ലേ? വല്ല മുല്ലവള്ളി നെന്മാന്നൊക്കെ പറഞ്ഞ ഇതിനെപ്പറ്റി ഒന്ന് ചേർക്കാതിരിക്കാവോ? ഫസ്റ്റ് ലെറ്ററിന്റെ വീട് പറഞ്ഞു. ഏതെങ്കിലും സൈൻ കാണിക്കും. ഫസ്റ്റ് ലെറ്ററിന്റെ വീട്. അങ്ങനെ എന്താ കാണിക്കും സംസാരിക്കും. സഞ്ജു. സാ ജു ജു. സഞ്ജു മോൻ. പിന്നെ വേട്ടാവളി. സഹസ്രം. സായാഹ്നം. സന്നാഹം. അക്ഷരം. അതെ മതിട്ട സമയം കുറേ